ഖാദി വസ്ത്രം ധരിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. ജനങ്ങളോട് ഖാദി വസ്ത്രം ധരിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഈ വർഷം അതിന് തുടക്കം കുറിക്കണമെന്നും പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഖാദി ഗ്രാമോദ്യോഗിൻ്റെ വിൽപ്പന ആദ്യമായി 1.5 ലക്ഷം കോടി രൂപ കടന്നു. 400% വർദ്ധിച്ചു. ഖാദിയുടെയും കൈത്തറിയുടെയും വർദ്ധിച്ചു വരുന്ന വിൽപ്പന വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതായും ഇതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ ജനങ്ങളും ഗാന്ധിജിയെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു, തിരികെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി ഇതിനെ കാണാമോ എന്നെനിക്കറിയില്ല. ഗാന്ധിജിയെ തിരികെ വിളിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ നേരിടാൻ പോകുന്ന ഗുരുതരമായ തൊഴിലില്ലായ്മയ്ക്ക്, പട്ടിണിക്ക്, തൊഴിൽ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന അതിദയനീയമായ തകർച്ചയ്ക്ക് പരിഹാരമായി ഖാദി ഗ്രാമോദ്യോഗ വ്യവസായങ്ങളെ തിരികെ വിളിക്കാതെ രക്ഷയില്ല എന്ന് വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. 1.5 ലക്ഷം കോടി രൂപ ഖാദി ഗ്രാമോദ്യോഗ ഭവനിലെ തുണികളുടെ വിൽപ്പനകൾ കൊണ്ടുണ്ടായി എന്ന് പറയുമ്പോൾ എവിടെയാണ് ഖാദി വസ്ത്രങ്ങൾ വിൽക്കാൻ കടകളുള്ളത്? ഒരു നഗരത്തിൽ, എറണാകുളം പോലുള്ള വലിയ ഒരു നഗരത്തിൽ 5 എണ്ണമുണ്ടോ ഖാദി കടകൾ? ഉണ്ടെങ്കിൽ തന്നെ നഗരത്തിലെ 1000 വരുന്ന തുണിക്കടകളിൽ ഒരു കടയുടെ താഴത്തെ നിലയിൽ പോലും വ്യാപിക്കാൻ കഴിയാത്തത്ര ചെറിയ എലിക്കണി പോലുള്ള ഒരു ചെറിയ സ്ഥാപനം മാത്രമാണ് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ. അപ്പോൾ ഇത്രയും ചെറിയ കടകളിലൂടെ കുറച്ചാളുകൾ മാത്രം വാങ്ങുന്ന ഖാദിയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ, ലക്ഷക്കണക്കിന് സാധാരണക്കാർ തൊഴിലെടുക്കുന്നു. എന്നിട്ടും അത് 1.5 ലക്ഷം കോടിയുടെ വിൽപ്പന കടന്നു എന്ന് പറയുമ്പോൾ മിൽ തുണികൾ സകലരും ധരിക്കുന്ന, സകലയിടത്തും കാണാൻ കഴിയുന്ന മിൽ തുണികൾ എത്ര ലക്ഷം കോടിയുടേതാണ് ഈ രാജ്യത്ത് വിൽക്കപ്പെടുന്നത്? അവിടെ ഖാദിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പകുതി പോലും മനുഷ്യർ ജോലി ചെയ്യുന്നില്ല. മനുഷ്യരെ അവിടെ വേണ്ട. അവിടെ 50,000 പേരുടെ ജോലി ഒരു ദിവസം ചെയ്യുന്ന യന്ത്രം. ഇപ്പോൾ ആ യന്ത്രത്തെ നോക്കാൻ മുമ്പൊരു മനുഷ്യൻ അതിനെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു റോബോട്ട്, തുണി നെയ്യാൻ റോബോട്ട്, അത് കളറിങ്ങിന് മെഷീനറി, അത് പാക്കിങ്ങിന് വരെ മെഷീനറി, റോബോട്ടുകൾ. സകല മേഖലകളിൽ നിന്നും മനുഷ്യർ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഫോട്ടോ സ്റ്റുഡിയോക്കാരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. STD ബൂത്തുകാരെവിടെ പോയെന്ന് നമുക്കറിയാം. ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും കൂടെ പഠിച്ചാൽ എവിടെ പോയാലും ജോലിയാണെന്ന് എന്നോട് 10ാം ക്ലാസ് പറഞ്ഞപ്പോൾ നാട്ടിൽ ചിലർ വന്ന് ഉപദേശിച്ചതാണ്. ഇപ്പോൾ അവരുടെ കഥ എന്താണെന്നുള്ളത് നമുക്കറിയാം. എല്ലാ മേഖലകളിൽ നിന്നും മനുഷ്യർ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കാൻ എൻ്റെ കോളേജ് സമയത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് പോകണം. നല്ല ഫീസ് കൊടുത്ത് അവിടെ ഇപ്പോൾ വേണ്ട, കയ്യിലിരിക്കുന്ന സൂത്രപ്പെട്ടി ഒന്ന് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചാൽ ലോകത്തെ നമ്പർ 1 ഇംഗ്ലീഷ് അധ്യാപകൻ സായിപ്പ് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരും. കർണാടക സംഗീതം പഠിക്കണോ, ഏത് സാധനം നിങ്ങൾക്ക് പഠിക്കണോ, 10 പൈസ ചിലവില്ലാതെ പഠിക്കാം. ആ മേഖലകളിൽ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം തൊഴിൽ രഹിതരായി. ആരും അത് തിരിച്ചറിയുന്നില്ല. ഇപ്പോഴുള്ളവർ പോലും, ഇപ്പോൾ യൂട്യൂബിലെല്ലാം കയറി കുറച്ച് കാശുണ്ടാക്കുന്നവർ പോലും അപ്രസക്തരായി മാറിക്കൊണ്ടിരിക്കുന്നതും ആരും തിരിച്ചറിയുന്നില്ല. അങ്ങനെ വരുന്ന ഒരു പതനത്തിൽ പിടിച്ചു നിൽക്കാൻ, കൂട്ട ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാൻ ഒരു ഭാഗമെങ്കിലും നമുക്ക് കരുതി വയ്ക്കാം. ഒരു സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം നമ്മുടെ ഖാദി മേഖലയെ.
ഈ ഓണക്കാലത്ത് ഒരു ജോഡി വസ്ത്രമെങ്കിലും നിങ്ങൾ വാങ്ങണം. ഒരു ജോഡിയെങ്കിലും. നല്ല ഡിസൈനിലെ ബെഡ്ഷീറ്റുകളും കർട്ടനുകളും എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചും ആലോചിക്കാം. ആരോഗ്യവുമായി ഈ വസ്ത്രത്തിന് ചില ബന്ധങ്ങളുണ്ട്. ത്വക്കിന് സൗഹൃദം നൽകുന്നതാണ്, ഇറിറ്റേഷൻ നൽകുന്നതല്ല. തെറ്റായ എനർജി, ഇലക്ട്രിസിറ്റി ശരീരത്തിൽ ഉണ്ടാക്കുന്നതല്ല. നൈലോൺ വസ്ത്രങ്ങളെപ്പോലെ, ടെറിക്കോട്ടൺ വസ്ത്രങ്ങളെപ്പോലെ ത്വക്കിന്, ശരീരത്തിന് അപകടകാരിയായ ക്യാൻസർ വരെ ഉണ്ടാക്കുന്ന, വൈദ്യുതി ഉണ്ടാക്കുന്നതല്ല, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതല്ല ഖാദി വസ്ത്രങ്ങൾ. നൈലോൺ വസ്ത്രം ഒരു ചീർപ്പിൽ ഒന്ന് ഉരച്ചിട്ട് കടലാസ് കഷ്ണങ്ങൾക്ക് മുമ്പിൽ കാണിച്ചാൽ കടലാസുകൾ ചാടിപ്പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ ത്വക്കിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഖാദി വസ്ത്രത്തിന് ആ കുഴപ്പമില്ല. ഇതിൻ്റെ നിർമ്മാണത്തിൽ പരുത്തി കൃഷി ചെയ്യുന്നിടത്ത് തുടങ്ങി വസ്ത്രമായി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചെറിഞ്ഞാൽ പോലും ഇത് വേസ്റ്റല്ല, പ്രകൃതിക്കൊരു ഭാരമല്ല. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ടെറിക്കോട്ടൺ, നൈലോൺ വസ്ത്രങ്ങൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞാലും പ്രകൃതിക്കൊരു ഭാരമാണ്, പ്ലാസ്റ്റിക് പോലെയാണ്. അതുണ്ടാക്കുന്നത് പെട്രോ കെമിക്കൽ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നാണ്. എല്ലാ തരത്തിലും ഭൂമിക്ക് ഭാരമാണ്. മാവൂരിലുണ്ടായിരുന്ന മാവൂർ ഗ്വാളിയർ റയോൺസ് നമ്മുടെ കാടുകളെ തിന്നു തീർത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതെങ്ങനെയാണ് ചാലിയാറിനെ വിഷയാറാക്കിയതെന്നറിയാം. എങ്ങനെയാണ് അവിടെയുള്ള മനുഷ്യർ ക്യാൻസർ കൊണ്ട് തുരുതുരാ മരിക്കാൻ തുടങ്ങിയതും ആ ക്യാൻസർ രോഗികൾ പോലും സമരം ചെയ്തത് പൂട്ടിച്ചതും നിങ്ങൾക്കറിയാം. ഒരു ഖാദി യൂണിറ്റിൽ നിന്ന് നാമമാത്രമായ മാലിന്യങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. ഒരു തുള്ളി വിഷമൊഴുകുന്നില്ല, ഒരു തുള്ളി വിഷപ്പുകയുണ്ടാകുന്നില്ല. യന്ത്രമല്ല അവിടെ രാജാവ്, മുതലാളിയല്ല രാജാവ്, ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തന്നെയാണ്. ഖാദി വസ്ത്രം നമ്മൾ വാങ്ങുമ്പോൾ അതിനിത്തിരി വില കൂടുതലാണ് എന്നൊരു പരാതി എല്ലാവരും പറയും. കൂടാതിരിക്കില്ല. ഒന്ന് കരകൗശല വസ്ത്രമാണ്. മെഷീൻ ഉണ്ടാക്കിയൊരു സാധനം നിങ്ങൾക്ക് 25 രൂപയ്ക്ക് വരെ ഒരു ഷർട്ട് കിട്ടിയെന്ന് വരും. തയ്യൽ കൂലി വരുമല്ലോ. ഒരു മനുഷ്യനിരുന്ന് തയ്ക്കുകയാണെങ്കിൽ കൊടുക്കണമല്ലോ 150 രൂപ. പിന്നെ എങ്ങനെയാണ് വഴിവക്കിൽ 100 രൂപയ്ക്കൊക്കെ ഷർട്ട് കിട്ടുന്നത്? അത് മെഷീനറിയുടെ മെഷീന് ഭാര്യയില്ല, മക്കളില്ല, ഭർത്താവില്ല, അമ്മയില്ല, അച്ഛനില്ല, സഹോദരനില്ല, സഹോദരിയില്ല, ഭക്ഷണം കഴിക്കേണ്ട വിശപ്പില്ല. മെഷീന് ലീവ് എടുക്കേണ്ട, ബോണസ് വേണ്ട, ശമ്പളം വേണ്ട, രാവും പകലുമില്ലാതെയൊക്കെ ജോലി ചെയ്യും. തൊഴിലാളിക്കത് പറ്റില്ലല്ലോ. ഒരു തൊഴിലാളി ഒരു ദിവസം ഇരുന്നാൽ നെയ്യുന്നത് 5 മീറ്റർ തുണിയായിരിക്കും. ആ 5 മീറ്ററിൽ നിന്ന് അയാൾക്ക് അയാളുടെ കുടുംബം പോറ്റാനുള്ളത് കിട്ടണമെങ്കിൽ, 1000 രൂപ കിട്ടണമെങ്കിൽ അതൊരു അഹമ്മദിയാണ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം. ഖാദി മേഖലയിലുള്ള തൊഴിലാളികൾ ഒരു ദിവസം 1000 രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്നത്തിൽ പോലും വരുന്നില്ല കേട്ടോ. 1000 രൂപ ഉണ്ടാക്കണമെങ്കിൽ 1 മീറ്റർ തുണിക്ക് 200 രൂപ വില വരും. ന്യായമായ വില, അധ്വാനത്തിൻ്റെ നീതിയുടെ വില. നമ്മുടെ നാട്ടിൽ അധ്വാനിക്കുന്നവരുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് പോലും വസ്ത്രത്തിന് വേണ്ടി ന്യായമായ വില കൊടുക്കാൻ, നീതിയുടെ വില കൊടുക്കാനുള്ള ചിന്ത വരുന്നില്ല. ഇത് കൃഷി ചെയ്തവരുണ്ട്. പഞ്ഞി പറിച്ച് ഉണക്കി തിരിയാക്കി അത് ചർക്കയിലിട്ട് നൂലാക്കി അതിനുശേഷമാണ് തറിയിൽ വരുന്നത്. തറിയിൽ നിന്ന് തുണിയായി കഴിഞ്ഞാൽ കളർ ചെയ്യണം. ആ കളറിങ്ങിന് ശേഷം കടകളിൽ വെച്ച് വിൽക്കാൻ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റുകൾ വരണം. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ന്യായമായിട്ട് ഖാദി തുണികൾക്ക് വില കൂടും. അവിടെ അങ്ങനെയൊരു വില ഇപ്പോഴും ഈടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്പം നോവ് സാധുക്കൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ ഖാദി മേഖലയിൽ ഇന്ത്യയിലിരിക്കുന്ന 70.1% ജീവനക്കാർ, ജോലിക്കാർ സ്ത്രീകളാണ്. 29.9% പുരുഷന്മാരുള്ളത്. ഇവരുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്, സാക്ഷരത എന്ന് പറയുന്നത് 68% മാത്രമാണ്.
ഇതില്ലാതെ വേറെ എവിടെ പോയാലും ഒരു ജോലിയും കിട്ടാത്തവർ, മണ്ണ് ചുമക്കുക, കല്ല് ചുമക്കുക, വല്ല ജോലി കിട്ടിയാലായി. അതിനും വയ്യാത്ത 60 കഴിഞ്ഞവർ 80 കഴിഞ്ഞവരൊക്കെ ഇരുന്നാണ് ചർക്ക തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധുക്കൾക്ക് ഓണത്തിനൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ, ഓണസദ്യ കഴിക്കാനല്ല, ഒരു നേരത്തെ ഭക്ഷണം വയറു നിറയെ കഴിക്കണമെന്നുള്ള വിചാരത്തോടെ കൂടെ ഒരു ജോഡി ഖാദി വസ്ത്രം നിങ്ങൾ ഇപ്രാവശ്യം വാങ്ങിച്ചിരിക്കണം. അപ്പോൾ ഞാൻ പറയും, നമ്മുടെ നാട്ടിലെ ഗാന്ധിയൻ സ്ഥാപനങ്ങൾ നടത്തുന്ന ഖാദി കേന്ദ്രങ്ങളുണ്ട്, പലതും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം റിബേറ്റ് എന്ന് സർക്കാർ പറഞ്ഞു, 30% വില കുറച്ചു കൊടുത്തു. ആ കാശ് സർക്കാർ തരണം, അത് കൊടുക്കുന്നില്ല. തിരുവനന്തപുരത്തെ ഗാന്ധി സ്മാരക നിധിക്ക് മാത്രം 2 കോടിക്കടുത്തൊരു തുകയാണ് സർക്കാർ കൊടുക്കാനുള്ളത്. സർക്കാരിനെ പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തുള്ളവർ കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തൈക്കാട് ഗാന്ധി ഭവനിൽ, സെക്രട്ടേറിയറ്റിന് തൊട്ടു മുന്നിൽ സ്റ്റാച്യു ജംഗ്ഷനിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ തൊട്ടടുത്ത്, പിന്നെ നെയ്യാറ്റിൻകരയിൽ, പാറശാലയിൽ, തഴവയിൽ, അടൂരിൽ, ഓച്ചിറയിൽ, എറണാകുളത്ത് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിനടുത്ത് ചിറ്റൂർ റോട്ടിൽ, കാക്കനാട്, ആലുവയിൽ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ, തൃശ്ശൂരിൽ അവണിശ്ശേരിയിൽ, തൃശ്ശൂർ റൗണ്ട് പടിഞ്ഞാറേ നടയിൽ, വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്ത് റൗണ്ടിൽ തന്നെ, കോഴിക്കോട് ഗംഭീരമായിട്ട് മിഠായി തെരുവിൽ, സിവിൽ സ്റ്റേഷനടുത്ത് ഗാന്ധി ആശ്രമം, മൈസൂർ റോഡിൽ, ചേറ്റംകുന്നിൽ, ഇങ്ങനെയെല്ലാം ഗാന്ധിയൻ സ്ഥാപനങ്ങൾ നടത്തുന്ന ഖാദി ഷോപ്പുകളുണ്ട്. അവയ്ക്കൊരു പ്രാധാന്യം കൊടുക്കാൻ പറ്റിയാൽ നന്നായി. അല്ലെങ്കിൽ പോലും എവിടെ നിന്നായാലും ഈ ഓണത്തിന് ഒരു ജോഡി ഖാദി വസ്ത്രം നിങ്ങൾ വാങ്ങണം. പരിശുദ്ധിയുടെ, ലാളിത്യത്തിൻ്റെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ, സ്വയം പര്യാപ്തതയുടെ, സ്വാശ്രയ ജീവിതത്തിൻ്റെയൊക്കെ വലിയ സന്ദേശങ്ങൾ അതിലുണ്ട്. അക്രമരഹിതമായ ജീവിതത്തിൻ്റെ, അക്രമരഹിതമായ പ്രതിരോധത്തിൻ്റെ മുഖമുദ്ര കൂടിയാണ് ഖാദി. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്കും എനിക്കും സ്വാതന്ത്ര്യം നേടിത്തരാനുള്ള വജ്രായുധമായതല്ലേ ഖാദി. ദയവായി നിങ്ങൾ കഴിയുന്നത്ര ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമെല്ലാം ഒരു ജോഡി ഖാദി വസ്ത്രം ഈ ഓണത്തിന് വാങ്ങണം എന്ന സന്ദേശം പടർത്തണം. എത്രയോ രൂപ നമ്മൾ വിനോദത്തിനും ആഡംബരത്തിനുമെല്ലാം ചിലവാക്കുന്നു. അല്പം ഖാദിക്ക് കൂടെ മാറ്റിവയ്ക്കണം. ഖാദി ഷോപ്പുകളിൽ നിറയെ നല്ല ഉൽപ്പന്നങ്ങൾ പലതും ഉണ്ട്, അവയും ഒന്ന് നോക്കാം. ആരോഗ്യകരമായ ഉൽപ്പന്നങ്ങളുണ്ട്, ഗ്രാമീണ ഉൽപ്പന്നങ്ങളുണ്ട്. കുത്തകയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഒരു ചൈതന്യം കൂടിയാവട്ടെ. കഴിയുന്നത്ര ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം. ഖാദി വാങ്ങിയാൽ അതുകൂടെ ഒന്ന് കമൻറ്റുകളിൽ കുറിച്ചാൽ സന്തോഷമാകും. ഖാദി വാങ്ങാൻ നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ നേച്ചർ ലൈഫ് TV പറഞ്ഞത് കേട്ടിട്ടാണ് വന്നതെന്നുകൂടെ പറഞ്ഞാൽ അവർക്കും കുറച്ചുകൂടെ സന്തോഷമാകും, ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമാകും. നന്ദി, നമസ്കാരം.